നിങ്ങൾ ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമാണോ? അതുമല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ ഒന്ന് കരുതിയിരിക്കുക. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിയമം ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിദേശ പണങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങിയ ഓരോ ഇഞ്ച് ഭൂമിയും ഓരോ കെട്ടിടവും ഇനി സർക്കാരിൻ്റെ കൈകളിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കാം എന്നൊരവസ്ഥയുണ്ട്. വെറുമൊരു നിയന്ത്രണമല്ല, മറിച്ച് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും വിൽക്കാനുമുള്ള അമിത അധികാരം കേന്ദ്ര സർക്കാരിലേക്ക് എത്തുന്ന പുതിയ FCRA നിയമ ഭേദഗതി. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെ അത്യന്തം അപകടകരമെന്ന് വിളിക്കുന്നത്? സെക്ഷൻ 14B എന്ന പുതിയ വകുപ്പിന് പിന്നിലെ രഹസ്യം എന്താണ്? 22,000 കോടി രൂപ ഒഴുകുന്ന ഈ ഒരു മേഖലയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്നത്? ഈ നിയമം സാധാരണക്കാരുടെയും സാമൂഹിക പ്രവർത്തനങ്ങളെയും ഒക്കെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഒട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA. ലളിതമായി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വ്യക്തികളോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ കമ്പനികളോ വിദേശത്ത് നിന്ന് പണമോ മറ്റ് സഹായങ്ങളോ സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുവാനും നിരീക്ഷിക്കുന്നതിനും വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു നിയമമാണിത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല. ഇതൊരു പുതിയ നിയമമല്ല. 1976 അടിയന്തരാവസ്ഥ കാലത്താണ് ആദ്യമായി ഈ നിയമം കൊണ്ടുവന്നത്. വിദേശ ശക്തികൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പണം ഉപയോഗിച്ച് ഇടപെടുന്നത് തടയുക എന്നതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നീട് 2010 UPA സർക്കാരിൻ്റെ കാലത്ത് ഇത് കൂടുതൽ പരിഷ്കരിക്കുകയും 2020 നിലവിലെ സർക്കാർ വീണ്ടും കർശനമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുകയുണ്ടായി. സാംസ്കാരികം, സാമ്പത്തികം, അതേപോലെ വിദ്യാഭ്യാസം, മതം, സാമൂഹികം എന്നീ 5 മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ FCRA രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഒരു സംഘടന രൂപീകരിച്ച് കുറഞ്ഞത് 3 വർഷം പൂർത്തിയായവർക്കേ ഇതിന് അപേക്ഷിക്കുവാൻ കഴിയൂ എന്നതാണ് നിയമം. ഈ ലൈസൻസിന് 5 വർഷത്തെ കാലാവധിയാണുള്ളത്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. നിലവിലെ നിയമപ്രകാരം ചില കടുത്ത നിബന്ധനകൾ കൂടിയുണ്ട്. വിദേശത്ത് നിന്ന് വരുന്ന ആ ഒരു പണം ഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചിലുള്ള പ്രത്യേക അക്കൗണ്ടിലേക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ഏത് ആവശ്യത്തിനാണോ പണം വാങ്ങിയത് അതിനുവേണ്ടി മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം കൂടി. കിട്ടുന്ന പണത്തിൻ്റെ 20% കൂടുതൽ ശമ്പളം നൽകാനോ ഓഫീസ് ചിലവുകൾക്കോ ഉപയോഗിക്കാൻ പാടില്ല. മുമ്പ് ഇത് 50% ആയിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളവർ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഈ നിയമം പൂർണ്ണമായ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, MP മാർ, MLA മാർ, രാഷ്ട്രീയ പാർട്ടികൾ, ജഡ്ജിമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, പത്രസ്ഥാപനങ്ങൾ, ഇവർക്കൊക്കെ വിലക്കുണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. സർക്കാർ പറയുന്നതനുസരിച്ച് വിദേശത്ത് നിന്ന് വരുന്ന ആ ഒരു പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ നിർബന്ധിത മത പരിവർത്തനങ്ങൾക്കോ അതുമല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കോ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ചെറിയ തെറ്റുകൾക്ക് പോലും ലൈസൻസ് റദ്ദാക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഉയർന്നെന്ന് മനസ്സിലാക്കുക. FCRA ഭേദഗതി അതിനെപ്പറ്റിയുള്ള വിവാദങ്ങൾ കേവലം രാഷ്ട്രീയമായിട്ടൊന്നല്ല, മറിച്ച് ഇന്ത്യയിലെ സന്നദ്ധ സേവന മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഗൗരവപരമായിട്ടുള്ള ചില വശങ്ങൾ കൂടി ഇതിനുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബില്ലിനെതിരെ ഇത്രയും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയരുന്നതെന്ന് ആഴത്തിൽ തന്നെ ഒന്ന് പരിശോധിക്കാം. നിലവിലെ നിയമം അനുസരിച്ച് ഒരു സംഘടനയുടെ ലൈസൻസ് റദ്ദാക്കിയാൽ അവരുടെ വിദേശ ഫണ്ട് ഉപയോഗിക്കുന്നത് തടയാൻ മാത്രമേ സർക്കാരിന് അധികാരമുള്ളൂ. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം വിദേശ പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി, കെട്ടിടം, വാഹനങ്ങൾ തുടങ്ങിയവ സർക്കാരിന് നേരിട്ട് ഏറ്റെടുക്കാം. ഇത് താത്കാലികമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഈ സ്വത്തുക്കൾ വിൽക്കാനോ മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്കായി കൈമാറാനോ കേന്ദ്രത്തിന് അധികാരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക.
ഒരിക്കൽ നിയമപരമായി വാങ്ങിയ സ്വത്ത് പിന്നീട് ലൈസൻസ് റദ്ദാക്കപ്പെട്ടു എന്ന കാരണത്താൽ സർക്കാർ കണ്ടുകെട്ടുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് വിമർശകർ എടുത്തു പറയുന്നത്. സർക്കാരിന് ഒരു സംഘടനയുടെ ലൈസൻസ് റദ്ദാക്കാൻ ഇന്ന് പണ്ടത്തേക്കാൾ കുറച്ചുകൂടി എളുപ്പം കൂടിയാണ്. ചെറിയ സാങ്കേതിക പിഴവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന സംഘടനകൾക്കെതിരെ ഈ ഒരു നിയമം ഒരു പ്രത്യേക ആയുധമായി ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു പ്രത്യേക ഭയം കൂടി പ്രതിപക്ഷത്തിനുണ്ട്. ഒരു സംഘടനയുടെ ലൈസൻസ് റദ്ദായാൽ ആ നിമിഷം അവരുടെ ആസ്തികൾ നഷ്ടപ്പെടും. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിപൂർവമായ വിചാരണ ഇല്ലാതെ തന്നെ ശിക്ഷ നടപ്പിലാക്കുന്നതിന് തുല്യമാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയെ പോലെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ ഈ നിയമത്തെ ന്യായീകരിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങൾ മുൻനിർത്തിയാണെന്ന് മനസ്സിലാക്കാം. അതിലൊന്ന്, വിദേശ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നോ അത് തടയാൻ കർശന നിയമം വേണമെന്നും സർക്കാർ പൊതുവെ വാദിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, വിദേശ രാജ്യങ്ങളിലെയൊക്കെ ഏജൻസികൾ പണം നൽകി ഇന്ത്യയിലെ വികസന പദ്ധതികൾക്കൊക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ അണക്കെട്ടുകൾ, ആണവ നിലയങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സർക്കാർ സംശയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. മതപരിവർത്തനം തടയാൻ മറ്റ് നിയമങ്ങൾ നിലവിലിരിക്കെ എന്തിന് സന്നദ്ധ സംഘടനകളുടെ ആസ്തികൾ ലക്ഷ്യം വെക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് വിദേശ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ, ആരോഗ്യ സ്ഥാപനങ്ങളെ തകർക്കുമെന്നൊരു ആശങ്കയും കൂടിയുണ്ട്. രാജ്യത്ത് ഏകദേശം 16,000 സംഘടനകൾക്ക് നിലവിൽ FCRA ലൈസൻസ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ആംനസ്റ്റി ഇന്റർനാഷണൽ, ഗ്രീൻ പീസ് തുടങ്ങിയ മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സംഘടനകളുടെ ലൈസൻസ് ഒക്കെ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 22,000 കോടി രൂപ ഓരോ വർഷവും ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആയി ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എന്താണ് FCRA എന്നും പുതിയ ഭേദഗതികൾ എങ്ങനെയാണ് ഈ സന്നദ്ധ സംഘടനകളുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നതെന്നുമാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഒരു വശത്ത് രാജ്യസുരക്ഷയും വിദേശ ഫണ്ടിൻ്റെ സുതാര്യതയും ഉറപ്പുവരുത്താൻ ഇത്തരം കർശനമായിട്ടുള്ള നിയമങ്ങൾ വേണം എന്ന് തന്നെയാണ് സർക്കാർ വാദിക്കുന്നത്. അതേസമയം മറുവശത്ത് ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഇതെന്നും സന്നദ്ധ സംഘടനകളെ അടിച്ചമർത്തുന്നതിനുള്ള ആയുധമാണിതെന്നും പ്രതിപക്ഷ മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്. വെറുമൊരു സാങ്കേതിക പിഴവിൻ്റെ പേരിൽ ഒരു സംഘടനയുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ അവർ വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആസ്തികൾ സർക്കാർ ഏറ്റെടുക്കുന്നത് നീതിയുക്തമാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ നിയമം വഴി സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള സംഘടനകളുടെ പ്രവർത്തനം ഇതുവഴി സ്തംഭിക്കുമോ എന്നുള്ളൊരു ചോദ്യം. ഏകദേശം 22,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്ന ഒരു വലിയ മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ മാറ്റവും രാജ്യത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കും. നിയമങ്ങൾ സുതാര്യതയ്ക്ക് വേണ്ടിയാകണം, അല്ലാതെ സേവന പ്രവർത്തനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയാകരുത് എന്നതാണ് പൊതുവായി ഉയർന്നു വരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകൾക്ക് മേൽ ഇത്രയും കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമാണോ? അതോ ഇത് സന്നദ്ധ മേഖലയെ തകർക്കുമോ? നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കൂടുതൽ വാർത്താ വിഷയങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മി ലിജു സൈനിങ് ഓഫ്.